KSUവിനെ തള്ളിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയൊക്കെയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഗവൺമെന്റ് പ്ലീഡറെ ഏതെങ്കിലും KSUവിൻ്റെയോ MSFൻ്റെയോ SFIയുടെയോ യൂണിറ്റ് സെക്രട്ടറി നിയമിച്ച ചരിത്രമില്ലല്ലോ സാർ. പക്ഷേ പ്രശ്നം അതല്ലല്ലോ, അവരെ കൂടി കേൾക്കണ്ടേ? ജിൻഡോ ജോൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സണാണ്, ചാനലുകളിൽ കോൺഗ്രസിന്റെ മുഖമാണ്. ഇന്നലെ ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശാലമാണ്, എൻ്റെ കയ്യിലുണ്ട്. നമുക്കതിൻ്റെ ഒരു ഘട്ടത്തിൽ ജിൻഡോ ജോണിനോട് അതിൻ്റെ രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാം. ജിൻഡോ, വെരി ഗുഡ് മോർണിംഗ് ജിൻഡോ. ജിൻഡോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ശബ്ദത്തിന് എന്തോ ഒരു ചെറിയ തടസ്സമുണ്ടോ? കേൾക്കാം ജിൻഡോ. ജിൻഡോ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ഇന്നലെ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ താങ്കളുടെ മനസ്സ് വേദനിച്ചു? താങ്കളെപ്പോലെ KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആളുകൾ അത് കേൾക്കുന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞു അത് അല്പം വേദനയുണ്ടാക്കി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? പ്ലീഡറെ നിയമിക്കുന്നത് KSUവിൻ്റെ സെക്രട്ടറി പറഞ്ഞിട്ടല്ലോ. പക്ഷേ കേൾക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ ജിൻഡോ ജോൺ? അല്ല, തീർച്ചയായിട്ടും എല്ലാവരെയും കേൾക്കുക എന്നുള്ളതൊരു ജനാധിപത്യ രീതിയാണ്. അങ്ങനെ കേൾക്കേണ്ടതാണ്, കേൾക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഈ KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയോ കുട്ടികളൊന്നുമല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയും. അപ്പോൾ പറയുമ്പോൾ അതുകൂടി കേട്ട് അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ബഹുമാനപ്പെട്ട VD സതീശനാണ്. പിണറായി വിജയന്റെ കാലത്താണ് ഞങ്ങൾ ഈ അഭിപ്രായം പറയുന്നതെങ്കിൽ ഞങ്ങളെ തേടി പോലീസ് വരുമായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും സാഹചര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ആശങ്കകളും ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഇടമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് കേരളത്തിലെ KSUക്കാർ വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നൊരു പ്രതികരണം വന്നു. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ ചോദിച്ചത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രചോദനം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നത്? അല്ല, അതിലുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിവാദം തുടങ്ങിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നു, മറിച്ച് പല ആളുകൾ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീർച്ചയായിട്ടുമല്ല. സർക്കാർ സംവിധാനങ്ങളും മന്ത്രിസഭയൊക്കെയാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് KSUവിന് അവകാശപ്പെടാമല്ലോ. അത് അവർക്ക് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം സമരം ചെയ്ത ഒരു സംഘടന, പലപ്പോഴും കോൺഗ്രസിന്റെയും UDFന്റെ സമര സന്ദേശങ്ങൾ കേരളത്തിന്റെ തെരുവിലെത്തിച്ച ഒരു സംഘടന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലും സങ്കടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിക്കൂടായിരുന്നു. അക്കാര്യത്തിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഓക്കെ, അങ്ങയുടെ ഒരു പോസ്റ്റിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. പണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത് പോലീസ് ചവിട്ടിയൊടിച്ച് കാലുമായി മാസങ്ങളോളം വീട്ടിൽ കിടക്കുമ്പോൾ കുസാറ്റിലെ SFIയുടെ തല്ലുകാരനായ വടക്കേക്കൂട്ട് വക്കീലും ഇന്ന് UDF കാലത്തെ പ്ലീഡർ. ഈ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്തതല്ലാത്ത നിരവധി പേരുകൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ പല നേതാക്കൾക്കുമുണ്ട്. എന്നെ തന്നെ ചില നേതാക്കൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അതിൽ ശരിക്കും ഒരു ആശങ്ക ജിൻഡോയ്ക്കുണ്ടോ? ഈ പ്ലീഡർ നിയമനത്തിലൊക്കെ യഥാർത്ഥത്തിൽ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർ, മറ്റു പാർട്ടിയിൽ നിൽക്കുന്നവർ, എന്തിന് സംഘപരിവാർ ബന്ധമുള്ളവർ പോലും വന്നുകൂടുന്ന സാഹചര്യം? അല്ല, അതങ്ങനെ ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് ആ അഭിപ്രായം പങ്കുവച്ചത്. ഇപ്പം കോൺഗ്രസിലും UDFലും ഒക്കെ ഏത് പാർട്ടിയിലുള്ള ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും വരാം. എത്ര ആളുകൾ വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന അത്രയും വിശാലമായ സംവിധാനമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും. നമുക്ക് പല അനുഭവങ്ങളുണ്ട്, പല ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇവർ വരുമ്പോൾ നമ്മൾ കൂടി അറിയണ്ടേ, ഇത്രയും കാലം നമ്മുടെ കുട്ടികളെ തല്ലിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തല്ലാൻ നേതൃത്വം കൊടുത്ത അതിന് കൈയടിച്ചുകൊണ്ടിരുന്ന ആളുകൾ നമ്മുടെ പാർട്ടിയിലും സംവിധാനത്തിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ കൂടി അറിയണ്ടേ? അറിയുമ്പോഴല്ലേ അവരെ നമുക്ക് നന്നായി സ്വീകരിക്കാൻ പറ്റുക. അവരും കൂടി നമ്മുടെ പക്ഷത്തേക്ക് വന്നു, നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ട് രാഷ്ട്രീയമായിട്ട് തോന്നിയിട്ട് വന്നതായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയണമായിരുന്നു. ഇവരൊക്കെ പ്ലീഡറും മറ്റു നിയമനങ്ങളിൽ എത്തുമ്പോഴാണ് ഇവർ കോൺഗ്രസും UDF ആയത് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞറിയുന്നത് ഇല്ലാത്ത സങ്കടമാണ്.
കാരണം സമരകാലത്തുണ്ടായിരുന്നില്ല, സംഘടനാ പ്രവർത്തന കാലത്തുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഇവർ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വന്ന കാലം അടിയന്തരാവസ്ഥ കാലം ഒന്നുമല്ല, രഹസ്യമായി സംഘടനാ പ്രവർത്തനം നടത്താനായിട്ട്. അപ്പോൾ വന്നത് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ഭാരവാഹികളോ മറ്റാരെങ്കിലും അറിയണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്തവർ വരുമ്പോൾ ഇത്തരം ആശങ്കകൾ ഉയരും. ഈ ജിൻഡോ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് രാഷ്ട്രീയമായിട്ട് ഭാവിയുമുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ തുറന്നൊക്കെ പ്രതികരിക്കുമ്പോൾ അതൊക്കെ തിരിച്ചടിയാവും എന്നൊരു ഭയമുണ്ടോ? കാരണം പല ആളുകളും പല പ്രതികരണവും നടത്താം എന്ന് നമ്മൾ കരുതിയ ആൾക്കാരും ഇപ്പോൾ തൽക്കാലം മൗനം പാലിച്ചിരിക്കുകയാണ്. ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ വരാനിരിക്കുന്നു. അല്ല, ഇതിൽ ഈ ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകൾക്കോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനായ വി ഡി സതീശൻ അങ്ങനെ ഒരു വൈര്യനിരാധന ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം തന്നെ കേരളത്തിലെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ എത്രയോ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ച നിലപാടുകൾ എടുത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹമാണ് ഒറ്റപ്പെട്ട ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പലരും ഉണ്ടാകാം, ശുപാർശ ചെയ്തവരുണ്ടാകാം, കത്തെഴുതി കൊടുത്തവരുണ്ടാകാം, ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാകാം, പലരും ഉണ്ടാകാം. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ ഒറ്റപ്രതി എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ കുറേ കാലത്തെ അനുഭവം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവും ഇല്ല. കാരണം ഞാൻ ഭയമില്ലാതെ സംസാരിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനുമാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. നമ്മൾ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ, മറ്റു പല ജോലികളുടെയും ഭാഗമായിട്ട് നമ്മൾ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ രാഷ്ട്രീയം പറയാൻ കൂടിയുള്ളതാണ്. രാഷ്ട്രീയം നമ്മൾക്ക് സ്വകാര്യം പറയാനുള്ളതല്ല, രാഷ്ട്രീയം പരസ്യമായി പറയാനും നിലപാടെടുക്കാനുള്ളതാണ്. അതിന് ഞാൻ കോൺഗ്രസ് തെരഞ്ഞെടുത്ത് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, കോൺഗ്രസിൻ്റെയും UDF പ്രവർത്തകർ വലിയ ആവേശമായിട്ടാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രിയദർശിനി പോലെയുള്ള പദ്ധതികൾ വലിയ ആഘോഷപൂർവ്വമാണ് UDF അത് ഏറ്റെടുക്കുന്നതുമെല്ലാം. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ ജിൻഡോ? അത് KSUവിനെതിരെ പറഞ്ഞതാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണെങ്കിലും KSUവിൻ്റെ അധ്യക്ഷനിത ഈ നിമിഷം വരെയും കാണാൻ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി. അല്ല, ഇതിലെ വസ്തുതകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അലോഷിയായിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ മറ്റ് കേന്ദ്രങ്ങളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്കറിയില്ല അദ്ദേഹം അതിന് ശ്രമിച്ചിട്ട് അവസരം കിട്ടാതിരുന്നാണോ നിഷേധിക്കപ്പെട്ടാണോ എന്ന് പറയാനായിട്ട് എനിക്ക് അക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു അറിവില്ല. പക്ഷേ ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഒരുപാട് ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയിലെ MLA AD തോമസിനെയൊക്കെ അവർ KSU ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് ഇൻവെർട്ടഡ് കോമയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാനെ അടക്കം അവരുൾപ്പെട്ട കേസ് അന്വേഷിക്കാൻ SITയെ നിയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയപ്പോൾ ആ ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് കൈയടിച്ചത് കോൺഗ്രസ്സുകാരും UDFകാരും മാത്രമല്ല, കേരളത്തിലെ സാമാന്യ നീതിബോധമുള്ള സകല മനുഷ്യരും കൈയടിച്ചു. കാരണം അതൊരു നീതി നിഷേധമായിരുന്നു എന്നുള്ള ബോധമുള്ള ആളുകൾ CPMൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് പ്രിയദർശിനി സർവീസ് നടത്തുന്നു. ഇതൊക്കെ വല്ലാത്ത രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന കാര്യമാണ്. ഹർഷീനയ്ക്ക് ജോലി കൊടുത്തത് അടക്കമുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളും ജനങ്ങൾ കാത്തിരുന്നതുമാണ്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒപ്പമാണ് സംഘടനാപരമായി ഈ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച കുറേ ആളുകൾക്ക് ആശങ്കയുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പലതും ആശങ്കയായിട്ട് ഉയർത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയും മാറ്റുകയും തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റു ചില കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതും പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പം നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനെ അഭിനന്ദിച്ചും അനുകൂലിച്ചും പിന്തുണച്ചും നമ്മൾ സംസാരിക്കുന്നു. ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ ചാനലുകളിലും പൊതുരംഗത്തും ചായക്കടകളിലും നമ്മുടെ യാത്രകളിലും ഒക്കെ കേരളത്തിന്റെ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നിരന്തരം സംസാരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതേസമയം തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിക്കുന്നു. ഈ PM നിയാസിനെ പോലുള്ള ആളുകൾക്ക് അവിടെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് തുറന്നു പിന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ അലോഷിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ അതേസമയം ശശികല ടീച്ചർക്കും RV ബാബുവിനും ഒക്കെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഞങ്ങൾ കൊടുത്ത പരാതി അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്ന് പോസ്റ്റിടാനുമുള്ള ധൈര്യം കിട്ടുന്നു. അല്ല, മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും അവകാശമുണ്ട്. മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. UDFകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും, BJPക്കാരുടെയും RSSകാരുടെയും CPMകാരുടെയും CPIക്കാരുടെയും എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ ആർക്കും സന്ദർശിക്കാം. സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കാം. പക്ഷെ അദ്ദേഹം അനുഭാവപൂർവ്വമാണോ ആ കാര്യങ്ങൾ പരിഗണിച്ചത് എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. അതങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ
അദ്ദേഹം എല്ലാവരുടെയും അപേക്ഷ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിൽ ഏത് കാര്യത്തിൽ അനുകൂലമായിട്ട് ഇന്നലെ അനൂപ് കൂടി പങ്കുവെച്ചൊരു കാര്യമാണ്. അതായത് മിനിമം സംഘപരിവാറിന് കൊടുക്കുന്ന പ്രിവിലേജ് എങ്കിലും KPCCയുടെ സെക്രട്ടറിക്കും KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊടുക്കണം എന്നാണ് ഇന്നലെ അനൂപ് പറഞ്ഞത്. അത് ചില സാഹചര്യങ്ങളിൽ തോന്നുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സംഘപരിവാറിന് അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവവും ഇല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ഒരു തരത്തിലും തോന്നിയിട്ടില്ല. ചില സാഹചര്യത്തിൽ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരം ആളുകൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമൊക്കെ തോന്നൽ വരാം. പക്ഷെ ആ തോന്നലുകളുടെ പേരിൽ അദ്ദേഹത്തെ അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൽ ഭയമുണ്ടോ ജിൻഡോ? നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ശ്രീ അരുൺകുമാർ, എനിക്കൊരു ഭയവുമില്ല. എനിക്ക് എന്തിനാ ഭയക്കുന്നത്? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇത് PT തോമസിന്റെയും G കാർത്തികേയന്റെയും ഒക്കെ പാർട്ടിയാണ്. ഇത് VD സതീശന്റെ പാർട്ടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ആ മന്ത്രിസഭയുടെ കാലത്ത് MLA ആയിരുന്നുകൊണ്ട് വിമർശിച്ച VD സതീശന്റെ പാർട്ടിയാണ്. അതുപോലെ ഈ പാർട്ടിയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാമല്ലേ. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ജയിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടി പാർട്ടിയാണ്. അപ്പൊ അഭിപ്രായം പറയാം. തെറ്റുണ്ടെങ്കിൽ എന്നെയും തിരുത്താം. എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ ശരി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന പൂർണ്ണ പ്രതീക്ഷയുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. ഓക്കെ, ശരി. താങ്ക് യു ജിൻഡോ. താങ്ക് യു. അപ്പോൾ ജിൻഡോയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എപ്പോഴും നോക്കൂ, ഈ വാഴ്ത്തിപ്പാടലിന്റെയും സ്തുതിപാഠകരുടെയും മാത്രം ഒരു കൊട്ടാര വിദൂഷകരാൽ നിറഞ്ഞു നിൽക്കുന്ന രാജാവിനെ അല്ല ജനാധിപത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്താൻ പറ്റണം. തിരുത്താൻ പറ്റുമ്പോൾ ആ മനുഷ്യരെ കാണാനുള്ള ബോധ്യവും ഉണ്ടാവണം. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലല്ലോ. KSU എന്താ കുറഞ്ഞ സംഘടനയാണ്? ഒരെണ്ണ സമരം മുതൽ KSU നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന ഘട്ടങ്ങളിൽ KSUവും യൂത്ത് കോൺഗ്രസും തെരുവിൽ മിന്നൽ പിണറായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്.